ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും വരും ദിവസത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷമായിരുന്ന നമ്മുടെ സുധീഷിൻ്റെയും സുഭാഷിൻ്റെയും നിധിയുടെയൊക്കെ കഥ നമ്മൾ പ്രൊമോ വിശേഷമായിട്ട് ഇടുന്നുണ്ട്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. രസകരമാകുന്ന ചില ഭാഗങ്ങളൊക്കെ വരുന്ന ആഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അലീനയുടെയും മനുവിൻ്റെയും വിശേഷത്തിലേക്ക് വരുമ്പോൾ വൈജയന്തി ചില സത്യങ്ങൾ തിരിച്ചറിയുക കേട്ടോ. തൻ്റെ ആങ്ങളമാരെ എല്ലാം വിളിച്ചു വരുത്തി ബാലചന്ദ്രനെ ഒന്നും ഒതുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഒന്നും ഫലമാകുന്നില്ല. ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് ഇറങ്ങി നിൽക്കുന്ന ചില ഭാഗമാണ്. അവസാന ദിവസം നമ്മുടെ വൈജയന്തി ഇളയ സഹോദരനായി രാജീവിനെ വിളിച്ചു വരുത്തുകയും രാജീവ് അല്പം ക്രിമിനൽ സ്വഭാവത്തോടു കൂടി ബാലചന്ദ്രൻ്റെ അടുത്ത് ഇടപെടുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ബാലചന്ദ്രൻ്റെ അടുത്ത് വില പോകാതെ വരികയും ഒടുവിൽ ബാലചന്ദ്രൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരികയും ചെയ്യുന്ന ചില രംഗങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ ഒടുവിലെത്തിയ വില്ലാളി വീരനായ രാജീവും ബാലചന്ദ്രൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നപ്പോൾ ഇനി ഇതിന് ഒരു ഫോം വഴി എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി വൈജയന്തിരും 3 സഹോദരന്മാരും ഒരുമിച്ച് കൂടാ. ശിവനും അതുപോലെ രാജീവും ഗംഗാധരനും എല്ലാം ഒരുമിച്ച് അവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗംഗാധരന് കാര്യങ്ങൾ അറിയാമല്ലോ. എന്നിരുന്നാലും ഈ രാജീവനും ശിവനും അറിയാത്തത് കൊണ്ട് തന്നെ അവരല്പം എടുത്തുചാടിയാണ് നിൽക്കുന്നത്. ഒടുവിൽ ഗംഗാധരൻ ആ സത്യം തുറന്നു പറയുകയാണ്. ബാലചന്ദ്രൻ ഒരു ദിവസം എന്നെ കാണാൻ എത്തിയെന്നും അതുപോലെ വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ ബാലചന്ദ്രൻ എവിടുന്നോ മനസ്സിലാക്കി എൻ്റെ മുന്നിൽ ഭീഷണിയുമായിട്ട് വന്നെന്നും ഒടുവിൽ ആ സത്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വന്നു എന്നും പറഞ്ഞപ്പോൾ മറ്റ് 2 സഹോദരന്മാരും ശിവനും അതുപോലെ രാജീവും ഞെട്ടിപ്പോയി കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ വരുന്ന ആഴ്ചത്തെ എപ്പിസോഡിലുണ്ട്. ഒടുവിൽ ഈ സത്യം നമ്മുടെ വൈജയന്തിയെയും തൻ്റെ ആങ്ങളമാർ വിളിച്ചറിയിക്കുക കേട്ടോ. അങ്ങനെ തൻ്റെ സഹോദരന്മാർ ഫോൺ വിളിച്ച് നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇതുപോലെ ബാലചന്ദ്രൻ അവിടെ ചെന്നിരുന്നു എന്നും ഈ കാര്യം നിൻ്റെ ആഗ്രഹയിലെ ചരിത്രങ്ങളൊക്കെ ചോദിച്ചെന്നും അത് മനസ്സിലാക്കിയാണ് ഗംഗേട്ടനോട് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എല്ലാം അറിഞ്ഞോ എന്നൊക്കെ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ വൈജയന്തിയും ആകെ തളർന്നു പോവുക കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാം, പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ പോവുകയാണ്. എന്നാൽ ഈ കുട്ടി മരിച്ചുപോയി എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ബാലചന്ദ്രൻ മാത്രമേ അറിയത്തുള്ളൂ ഈ കുട്ടി വൈജയന്തി മുൻപ് പ്രസവിച്ചിരുന്ന കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നും അത് അലീനയാണ് എന്ന സത്യവും ബാലചന്ദ്രന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ മറ്റ് സഹോദരന്മാർക്കോ അല്ലെങ്കിൽ വൈജയന്തിക്കോ അറിയാതെ വലിയ ടെൻഷനോട് കൂടി മുൻപോട്ട് പോകുന്ന ചില ഭാഗങ്ങളൊക്കെയുണ്ട്. ഒടുവിൽ ബാലചന്ദ്രൻ വൈജയന്തി സത്യം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അലീനയെക്കുറിച്ചുള്ള സത്യം ബാലചന്ദ്രൻ തുറന്നു പറയുകയാണ്. നീ 22 വർഷത്തിനു മുമ്പ് പ്രസവിച്ച നിന്റെ മോളാണ് ഈ നിന്റെ മുൻപിൽ നിൽക്കുന്ന അലീന എന്ന് പറയുകയും ഇത് കേട്ട് സ്തംഭിച്ചു പോവുകയും ചെയ്യുന്ന നമ്മുടെ വൈജയന്തിയുടെ കഥയൊക്കെയാണ് വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. എന്നാൽ അത് ആദ്യം എതിർത്തുവെങ്കിലും ഒടുവിൽ തെളിവുകൾ സഹിതം പറഞ്ഞ് അലീന തൻ്റെ മോളാണ് എന്ന സത്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ, വലിയ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ വലിയ ഒരു അപകടങ്ങൾ സംഭവിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷമാണ് പറയുന്നത്. വീണ്ടും വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.